കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മേത്തല ഈസ്റ്റ് യൂണിറ്റ് കൺവെൻഷൻ നടത്തി. TKS-പുരം KPM UPS സ്കൂളിൽ നടന്ന കൺവെൻഷൻ എഴുത്തുകാരൻ AK മൊയ്തീൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഈ സംഭാഷണത്തിനിടയിൽ ചിലപ്പോൾ വിട്ടുപോകും എന്നുള്ളതുകൊണ്ട് KSSP-യുടെ ഈ മേത്തല ഈസ്റ്റ് യൂണിറ്റിൻ്റെ ഈ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിക്കും. പ്രിയരെ, ഇന്ന് ഞാൻ ആ വീട്ടിൽ പോയപ്പോൾ ഒരു പെൺകുട്ടിയെ കണ്ടു. ഒരു കൊച്ചുകുട്ടിയാണ്, ഉത്തര എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. അപ്പോൾ അവളുമായിട്ട് ഇങ്ങനെ കുറച്ച് സംസാരിച്ചു. ആ സമയത്താണ് ഞാൻ ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ പുസ്തകത്തിൻ്റെ ഒരു മുഖചിത്രം, അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് പേജ് എന്ന് പറയാവുന്ന മാഗസിൻ്റെ ഒരു വിനയ്ലാൽ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് തയ്യാറാക്കി അയച്ചു തന്നത്. അപ്പോൾ ഞാൻ അവളെ കാണിച്ചു, തമാശയൊക്കെ പറഞ്ഞു, ചിരിപ്പിച്ചു അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവളുടെ പേര് ഉത്തര എന്നാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞു, ഉത്തര സ്വയംവരം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ഒരു ആണിനെ പെണ്ണിനെ തിരഞ്ഞെടുക്കാൻ കിട്ടുന്ന അവസ്ഥയാണ്. അത് പഴയ കാലത്ത് നടന്നിട്ടുള്ളതാണ്, രാജാക്കന്മാരുടെ കാലത്ത് നടന്നിട്ടുള്ളതാണ്. ഉത്തരയുടെ സ്വയംവരത്തിൽ ഉത്തരയ്ക്ക് ഇപ്പോൾ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉത്തര വളരെ നിഷ്കളങ്കമായിട്ട് പറഞ്ഞു, എനിക്കിപ്പോൾ താല്പര്യമില്ല, താല്പര്യമാവുമ്പോൾ ഞാൻ അങ്കിളിനോട് പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഉത്തരക്ക് താല്പര്യമാകുമ്പോൾ ഈ സ്വയംവരം നടത്തുമ്പോൾ അങ്കിളിനെ വിളിക്കുമോ? തീർച്ചയായിട്ടും വിളിക്കാം, അങ്കിളിൻ്റെ നമ്പർ തരും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടികളുടെ നിഷ്കളങ്കത അങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട്, കാരണം കുട്ടികളുടെ യൂണിറ്റ് പ്രസിഡന്റ് TP രമേശ് അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറി NA മഷറഫ് സംഘടനാ രേഖ അവതരിപ്പിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രാജഗോപാൽ പെൻഷൻ കുടുംബാംഗങ്ങളെ ആദരിച്ചു. മുരളീധരൻ നാനാപ്പുഴ പുതിയ അംഗങ്ങളെ ആദരിച്ചു. PK പുരുഷോത്തമൻ, മണി മേനോൻ, അജിത ടീച്ചർ, CC വത്സല, CS ശ്രീകുമാർ, സാവിത്രി വേണുഗോപാൽ, VP തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി NK തങ്കരാജ് സ്വാഗതവും യൂണിറ്റ് ട്രഷറർ ഷീല സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു. നാഷണൽ ജൂനിയർ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ PA ഏഞ്ചലിനെയും CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ ഗോപിക ശങ്കറിനെയും ചടങ്ങിൽ ആദരിച്ചു.